ഈ സർക്കാരിന് കീഴിലുള്ള 1979 പോസ്റ്റുകളിലേക്ക് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. 2026 ജൂൺ 16 മുതൽ ജൂലൈ 15 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് https:/d+b.delhi.go.in സൈറ്റ് ലഭ്യമാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ ഇത് കുറേയധികം തസ്തികകളിലായിട്ടാണ് ഇത്രയും വേക്കൻസികളുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട എണ്ണം ഞാൻ പറയാം. ക്വാളിഫിക്കേഷൻസ് ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പല പോസ്റ്റുകളിലേക്കും 18 മുതൽ 27 വയസ്സ് വരെയാണ്. ചില പോസ്റ്റുകളിലേക്ക് 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ചില 1-2 പോസ്റ്റുകളിലേക്ക് 18 മുതൽ 32 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നോക്കുക. വേക്കൻസികൾ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെ ആകെ 289 ഒഴിവുകളാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് പല സബ്ജക്റ്റുകളിലാണ് വേക്കൻസി. എല്ലാം കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 1, അസിസ്റ്റൻറ്റ് ആർക്കിടെക്റ്റ് 4, IT അസിസ്റ്റൻറ്റ് 125, ഫിറ്റർ 36, ലിഫ്റ്റ് ഓപ്പറേറ്റർ 13, അസിസ്റ്റൻറ്റ് ഓപ്പറേറ്റർ കം മെക്കാനിക് 15, സബ്സ്റ്റേഷൻ അപ്രൻറ്റീസ് 37, ഡാറ്റ പ്രോസസ്സിംഗ് അസിസ്റ്റൻറ്റ് 2 വേക്കൻസി, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് 775, ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ 129, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ 163, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൈമറി ടീച്ചർ 450, ഇലക്ട്രിക്കൽ ഓവർസിയർ 19. അങ്ങനെ 1979 വേക്കൻസികളാണ്. പ്രധാനപ്പെട്ട വേക്കൻസീസ് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഫിസിക്സ്, കെമിസ്ട്രി, ബയോകെമിസ്ട്രി, അതേപോലെ ബയോടെക്നോളജി, ഫോറൻസിക് സയൻസ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, BTech ഇലക്ട്രോണിക്സ്, BTech IT ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും. ആ പോസ്റ്റുകളിലേക്ക് മനസ്സിലാക്കുക. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് 675 വേക്കൻസിലുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA ആണ് അതിന് വേണ്ടി യോഗ്യത. അതുപോലെ ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളിലേക്ക് ഡിഗ്രിയും BEd ഉണ്ടായിരിക്കണം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൈമറി ടീച്ചർ 450, സ്പെഷ്യൽ എഡ്യൂക്കേഷനുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കൂടെ ഉണ്ടായിരിക്കണം അവർക്ക്. ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് ഇലക്ട്രിക്കൽ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കും ഓവർസിയർ പോസ്റ്റിലേക്കും അപേക്ഷിക്കാൻ കഴിയും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷാ ഫീസ് 18 മുതൽ 27 കൂടുതൽ വേക്കൻസികൾക്കുള്ള പ്രായം പറഞ്ഞുള്ളത്. അപേക്ഷാ ഫീസ് 100 രൂപയുണ്ട്. SC കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സർവിസ്മെൻറ്റ് കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും 100 രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം. അപ്ലൈ ചെയ്യാനായിട്ട് ലിങ്ക് ഞാൻ പറയാം. https:/d+online.nic.in സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ള ജൂൺ 2026 ജൂൺ 16 മുതൽ ജൂലൈ 15 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.